ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും എറണാകുളത്തേക്കുള്ള ദുരന്തോ എക്സ്പ്രസ് യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വസൈ റോഡ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. അത് പ്ലാറ്റ്ഫോം ലൈനിൽ ഏതോ ട്രെയിൻ കിടക്കുന്നത് G9. അതേതാണോ? വിലൈഷഡിന് 31419 ആണ് ലോക്കോ. അതേതാ ട്രെയിൻ അറിയില്ല കേട്ടോ, ബോർഡൊന്നുമില്ല വണ്ടിയിൽ. ജനറേറ്ററാണ്, അതിനായിരിക്കുമല്ലോ G9 അല്ല. മൈസൂർ അജ്മേർ അത് സ്പെഷ്യൽ ട്രെയിനാണ്. മൈസൂർ അജ്മേർ 06282 അല്ല 06281. അപ്പോൾ നമ്മളങ്ങനെ വസൈ റോഡ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2:09. വണ്ടി ഏകദേശം 2 മിനിറ്റ് ബിഫോർ ടൈമാണ്. 2:14 നമ്മൾ വസൈ റോഡിൽ നിന്ന് പുറപ്പെട്ടു. വണ്ടി ചിലപ്പോൾ ലേറ്റാണ്. 2:12 ആയിരുന്നു ടൈം. 2 മിനിറ്റ് ലേറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. വണ്ടി നേരത്തെ എത്തില്ല, വണ്ടി നേരത്തെ എത്തിയില്ല, വണ്ടി ലേറ്റായിരുന്നു. ഇവിടെ പോലീസിനെ ബുക്ക് ചെയ്ത നമ്പർ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വസൈ റോഡിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. നമ്മൾ ആദ്യമായിട്ടാണ് ഏതോ സൂര്യനഗർ എക്സ്പ്രസ് ഉണ്ട്. അത് സൂര്യനഗർ എക്സ്പ്രസ് ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വസൈ റോഡിൽ നിന്ന് ടുവേർഡ്സ് പൻവേൽ പോകുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പൻവേൽ ടു വസൈ റോഡ് യാത്ര ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ലൈൻ ഇത് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ മുതൽ സെൻട്രൽ റെയിൽവേ സ്റ്റാർട്ടായി. സെൻട്രൽ റെയിൽവേ മുംബൈ ഡിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിനി സെൻട്രൽ റെയിൽവേയിൽ ഇവിടം വരെ നമ്മുടെ എന്താ സ്ഥലപ്പേര് മറന്നുപോയല്ലോ, റോഹ വരെ പോകും നമ്മൾ. ഇതിൽ 82 എന്ന് പറയുന്നത് മുംബൈ CSMTയിലോട്ടുള്ള ദൂരം കേട്ടോ. 82/24 ദൂരം മുംബൈ CSMTയിലേക്കുള്ള ദൂരമാണ്. നമ്മൾ മുംബൈ CSMT പോകില്ല. നമ്മളതിന് മുമ്പ് ദിവ കോഡ് ക്യാബിനിൽ വെച്ച് നമ്മൾ തിരിഞ്ഞ് നമ്മൾ ദാത്തിവലി കയറി അങ്ങനെ പൻവേലോട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100-120 കിലോമീറ്ററോളം അല്ലെങ്കിൽ 140 കിലോമീറ്റർ അടുത്ത് ഏകദേശം നമുക്ക് സെൻട്രൽ റെയിൽവേയിലോടാണ്. അപ്പോൾ ഈ വസൈ പ്രദേശം ഒരുപാട് സോൾട്ട് പാൻ ലാൻഡ്സ് ഉള്ളതാണ്. ഇതൊന്നും സോൾട്ട് പാൻ തോന്നുന്നില്ല. സോൾട്ട് പാൻ ആയിരുന്നിരിക്കും പണ്ട്, ഇപ്പോൾ സോൾട്ട് പാൻ പോലെ ഇല്ല. അവിടെ എന്തോ ട്രാക്ക് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ബല്ലാസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യണം. ബല്ലാസ്റ്റ് റിമൂവ് ചെയ്തപ്പോൾ മിക്കവാറും മറ്റേ സ്ലീപ്പർ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും.
തറോ റെയിൽ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും, TRR. അപ്പോൾ നമുക്കിനി പൻവേലിന് മുമ്പ് 2 ക്രോസിംഗ് ഉണ്ടാവും. നമുക്ക് പൻവേലിന് മുമ്പായിട്ട് നമ്മൾ ദർശൻ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും, കോലാപൂർ ഡൽഹി, കോലാപൂർ നിസാമുദ്ദീന്. പിന്നെ അതുപോലെ നമ്മൾ കോയമ്പത്തൂർ ഹിസാർ സൂപ്പർഫാസ്റ്റിനെ ക്രോസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് നേത്രാവതി എക്സ്പ്രസ്സും ക്രോസ് ചെയ്യും തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അല്ലെങ്കിൽ പിന്നെ നേത്രാവതി എക്സ്പ്രസ് നമ്മൾ പാലം പൻവേൽ കഴിഞ്ഞിട്ടായിരിക്കും ക്രോസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ സ്ലീപ്പർ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ സെക്ഷനിൽ വസായി ടു പൻവേൽ ഒരു സബർബൻ കോറിഡോർ ഇപ്പോൾ റീസെൻ്റ്ലി മഹാരാഷ്ട്ര ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. MRVC വഴി, അതായത് സ്റ്റേറ്റ് സെൻട്രൽ പാർട്ട്ണർഷിപ്പിൽ അവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പൻവേൽ മുതൽ വസായി റോഡ് വരെ ഒരു പുതിയ സബർബൻ കോറിഡോർ. അടിപൊളിയായിരുന്നു. ഒരുപാട് കാലമായിട്ട് പെൻഡിങ് കിടന്നൊരു പ്രോജക്റ്റാണിത്. പണ്ടേ നടത്തുന്ന പ്രോജക്റ്റായിരുന്നു അതൊക്കെ. കാര്യം ഇവിടെ ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ വന്ന് കണ്ടില്ലേ, പ്രദേശം മൊത്തം ബിൽഡിങ്സാണ്. ഇത്രയും റെസിഡൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ബോംബെയിൽ ലോക്കൽ ട്രെയിനില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ദർശൻ എക്സ്പ്രസ് നാലാമൂടെ 3064. ഹസ്രത്ത് നിസാമുദ്ദീൻ മീറജ്, കോലാപൂരില ഹസ്രത്ത് നിസാമുദ്ദീൻ മീറജ് ദർശൻ എക്സ്പ്രസ്. ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും പൂനെയിലേക്കായിരുന്നു. പിന്നെ പൂനെയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ നീട്ടി മീറജിലേക്ക് നീട്ടി. ഇതൊക്കെ ഹൈവേ ആണ്. കോലം കണ്ട് അതിശയിക്കേണ്ട, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ക്രഷർ യൂണിറ്റാ. അപ്പുറത്തൊക്കെ വെള്ളക്കെട്ടാണ്. ഇതൊക്കെ ബേസിക്കലി മാർഷി ലാൻഡാണ്. ഇതിനിടയ്ക്കുള്ളതൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവും ഇവിടെ. കാമൻ റിവർ ആയിരുന്നു, കാമൻ റിവർ. കാമൻ റോഡ് കാട് പിടിച്ചിരിക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോമൊക്കെ കാട് പിടിച്ച്. കൊങ്കൺ റെയിലേക്ക് പിടിക്കുന്നുണ്ട് ഇപ്പോൾ സെൻട്രൽ റെയിൽവേ. പ്ലാറ്റ്ഫോമൊക്കെ കാട് പിടിച്ചത്. ഇവിടെയൊക്കെ ലോക്കൽ ട്രെയിൻ അല്ല മെമോ ട്രെയിനുകൾ നിൽക്കുന്നതാണ്. ഇവിടെ യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്ന കാണാം. അപ്പോൾ മിക്കവാറും മെമോ എല്ലാം വരാനുണ്ടാവും. ഇവിടെ ദിവ വസായി റോഡ് മെമു ഇവിടെ നിർത്തുന്നതാണ്. അവിടെയാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇപ്പോൾ ദിവ വസായി റോഡും അതുപോലെ പൻവേൽ വസായി റോഡും മെമു ഉണ്ട്. ആ മെമു സർവീസുകൾ വളരെ ഇൻഫ്രീക്വൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർ സബർബൻ വെച്ച് റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാട് പോലത്തെ പ്രദേശമാണ്. ലെഫ്റ്റ് സൈഡിൽ അവിടെ DFCയുടെ വർക്ക് നടക്കുന്നുണ്ട്. DFCയുടെ ട്രാക്ക് വർക്ക് നടക്കുന്നുള്ളൂ കേട്ടോ. DFC ഒന്നും ആയിട്ടില്ല. ഈ വർഷം ഡിസംബർ അങ്ങോട്ട് കമ്മീഷനിങ് ആണെന്ന് തോന്നുന്നു പ്ലാൻ നടന്നു.
എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. ഒരു സിംഗിൾ ലൈനിലുള്ള പാലം പോലെ ഉണ്ട് തോന്നില്ല. റൂട്ടിന് മൊത്തം ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഖാർബാവ് സ്റ്റേഷൻ പുതിയ സിംഗിൾ ലൈൻ ട്രാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു പാലം കണ്ടില്ലായിരുന്നോ? ആ പാലം ഇറങ്ങി വന്നപ്പോൾ ഒരു സിംഗിൾ ലൈൻ ട്രാക്ക് ഉണ്ട്. ഇതെനിക്കൊന്ന് ഭിവണ്ടിയിലോട്ട് വല്ല ഫ്ലൈറ്റിന് വേണ്ടി ഒരു ഡെലിവറി ലൈനാണ് തോന്നുന്നു. കേരളത്തിലെത്തിയ പോലൊരു ഫീലിങ് അല്ലേ ഡ്യൂട്ടി കണ്ടിട്ട്. അപ്പം നമ്മളിപ്പോൾ ഭിവണ്ടി എത്തിയിരിക്കുകയാണ്. ഭിവണ്ടി എന്ന് പറയുന്നത് മുംബൈയുടെ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക്സ് ഹബ്ബാണ്. നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കാർഗോ പാർസൽസ് എല്ലാം ഇവിടെ വന്നിട്ടാണ് ബോംബെയിലേക്ക് പോകുന്നത്. നാട്ടിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തു നിന്ന് വരുന്ന കാർഗോ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ബോംബെയിലുള്ള അവരുടെ എൻഡ് പോയിന്റിലേക്ക് അവർ പോകുന്നത്. അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ പല ഇ കോമേഴ്സ് വെബ്സൈറ്റുകൾക്കും ഭിവണ്ടിയിൽ ഗോഡൗണുകളുണ്ട്. ഈ കാണുന്ന എല്ലാം ഗോഡൗൺസ് കേട്ടോ. കാണുന്ന ഒന്നും വീടുകളല്ല, ഈ കാണുന്ന എല്ലാം ഗോഡൗണുകളാണ്. താഴെയൊക്കെ വണ്ടികൾ കിടക്കുന്നതാണ്. ഒന്നും വീടുകളല്ല, എല്ലാം ഗോഡൗണുകളാണ്. പല നിലയിലുള്ള ഗോഡൗൺസ് ഉള്ളത്. നമ്മുടെ 130 kmph ടെറിട്ടറിയൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ 100-110 kmph ടെറിട്ടറിയിലെങ്ങാണ്ടാണ്. നമ്മളിങ്ങനെ കൊങ്കണി കയറുമ്പോൾ 120 ഉണ്ട്. അതിന് കേരളത്തിൽ കയറുമ്പോൾ വീണ്ടും 110. പിന്നെ അറിയില്ല, ഷൊർണൂർ കഴിയുമ്പോൾ 80. ഇനി നമുക്ക് 130ൻ്റെ കഥ എവിടെയില്ല. ഇനി നമുക്ക് മൊത്തം 80, 100, 110 വെക്കണം. മുകളിലുള്ള മെട്രോ ലൈനാണെന്ന് തോന്നുന്നു, പണി നടക്കുന്നേ ഉള്ളൂ. ലൂപ്പ് ലൈൻ സ്കിപ്പ് എന്ന് പറഞ്ഞാൽ അന്യായ ലൂപ്പ് ലൈൻ കേട്ടോ. മെയിൻ ലൈനിലും ഒരു ലൂപ്പിൽ ഓൾറെഡി ട്രെയിൻ ഉണ്ട്. നമ്മൾ 3ാമത്തെ ലൂപ്പ് വഴിയാണ് പോകുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം ലൈനിലൊക്കെ ഒരുപാട് യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മെമു സർവീസ് അത് വരാനുണ്ടെന്ന് തോന്നുന്നു. ഇത് ലൈവ് ലോഡാണ്. ഇതിൽ ക്രൂ ഉണ്ട്, ഗാർഡുണ്ട്. അപ്പുറത്തുള്ള ലൈവാണോന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഭിവണ്ടി റോഡ് അഥവാ ബേർഡ് സ്റ്റേഷൻ. ഇതായിരുന്നു ഭിവണ്ടി റോഡ് സ്റ്റേഷൻ. ഇവിടെ ഫസ്റ്റ് ഫ്രൈറ്ററിന് 41614 ആണ്. ഇറ്റാച്ചി ഷെഡിൻ്റെ G9. അപ്പുറത്തെല്ലാം G9 തന്നെ. അപ്പുറത്തെല്ലാം വൽസാഡിൻ്റെ 41649. ഇവിടെ ശ്രദ്ധിച്ച ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ അറ്റമൊക്കെ ബ്ലണ്ടായിട്ട് തീരണം, സ്ലോപ്പില്ല. അത് ബേസിക്കലി ആൾക്കാർ ട്രെയിൻ ഇറങ്ങിയിട്ട് ട്രാക്കിലോട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ സെൻട്രൽ റെയിൽവേ ചെയ്തൊരു എക്സ്പെരിമെൻ്റാണത്. അതുകൂടാതെ അറ്റത്ത് ഗ്രീസ് പിറ്റ് പണിത് വയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു അവർ. അതായത് ആൾക്കാർ അങ്ങനെ ചാടി കഴിഞ്ഞാൽ ഗ്രീസിലോട്ട് വീഴുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ എക്സ്പെരിമെൻറ്റിന് എനിക്കറിയില്ല കേട്ടോ. നമ്മളങ്ങനെ പതുക്കെ മെയിൻ ലൈനിലോട്ട് തിരിച്ചു വരുന്നു. തുഗ്ലക്കാബാദിൻ്റെ 51022. ഇതിൻ്റെ പേര് വാഗണൈൻ എന്നുള്ളത് മാറ്റിയിട്ട് EF9K എന്ന് എഴുതിയിട്ടുണ്ട്.
എന്ന് പറയുമ്പോൾ ഇത് വാഗണൈൻ HH ആയിരുന്നു, പഴയ വാഗണൈൻ HH. ഇപ്പോൾ EF9K ആണ്. അതായത് 9000 HP ലോക്കോ ആണിത്. ഇത് നമ്മുടെ ചിത്രരഞ്ജൻ ലോക്കോ വർക്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ്. വാഗണൈൻ്റെ വേരിയൻ്റ് ആണ്. അഗത്തി കോട്ടിയുടെ 37604, കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ ഒരു പ്രാവശ്യം നമ്മൾ ഷൊർണൂരിൽ നിന്ന് ജോധ്പൂർ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കയറുമ്പോഴാണ് ഉല്ലാസ് റിവറിന് കുറുകെയുള്ള പാലം. ഇവിടെ വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മൾ ജസ്റ്റ് കോപ്പർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തണം. കോപ്പർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ആക്ച്വലി 2 ലെവലുണ്ട്. അപ്പർ ലെവലും ലോവർ ലെവലും ഉണ്ട്. ഇത് അപ്പർ ലെവലാണ്. ലോവർ ലെവലിൽ ഇരിക്കുന്നത് താഴെ സബർബൻ ലൈനിലാണ്. ഈ കാണുന്ന തിരക്ക് മൊത്തം ഇനി വരാനുള്ള ദിവ വസൈ റോഡ് മെമൂനുള്ള തിരക്കാണ് കേട്ടോ. ഈ റൂട്ടിൽ ലോക്കൽ ട്രെയിൻ വേണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത ഈ തിരക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. താഴെ കാണുന്നതാണ് സബർബൻ മെയിൻ ലൈൻ കോറിഡോർ. നമ്മൾ ഇതിൻ്റെ സൈഡിൽ പോയി കയറും. ഇതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യില്ല, പക്ഷേ ഇതിൻ്റെ സൈഡിലോട്ട് നമ്മൾ പോയി കയറും. അതിപ്പോഴും ഏകദേശം ഫുള്ളാണ്. അപ്പോൾ ഇതൊരു റൗണ്ടായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ കണ്ടോ മെമ്പ് പോകുന്നുണ്ടോ, നമ്മളിങ്ങനെ കറങ്ങിയാണ് വന്നിരിക്കുന്നത്. കാരണം ആ പൊക്കത്തിൽ നിന്ന് നമ്മൾ ഹൈറ്റ് കുറഞ്ഞത് ഔട്ട് വരണമല്ലോ, അതിന് വേണ്ടി ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ വരുന്നത്. ഇവിടുന്ന് റൈറ്റിലൊരു ട്രാക്ക് പോകുന്നുണ്ട്. ആ ഫ്രൈറ്റ് കിടക്കുന്ന ട്രാക്ക് കണ്ടോ, ആ G9 കിടക്കുന്നത്, അത് കല്യാൺ ഭാഗത്തോട്ട് പോകേണ്ടതാണ്. അങ്ങനെ വരുന്ന കല്യാൺ ഭാഗത്ത് പോയിട്ട് അവിടുന്ന് വേണമെങ്കിൽ ഫർദർ നാസിക് സൈഡിലേക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് പൂനെ സൈഡിലേക്ക് പോകാം. അപ്പം അങ്ങനെ പൂനെയിലേക്ക് പോകുന്ന കുറേ ട്രെയിനുകളുണ്ട്. നമ്മുടെ കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ് ഒക്കെ അതുവഴിയാണ് പോകും. നമ്മൾ കുറച്ച് നേരത്തെ കണ്ട മറ്റേ അജ്മീർ സ്പെഷ്യൽ അതുവഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക.
സോ ആ കാണുന്നതാണ് മെയിൻ ലൈന്. മെയിൻ ലൈനിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യില്ല, നമ്മൾ മെയിൻ ലൈനിൽ പാരലായിട്ട് കൂടി പോവുള്ളൂ, മെയിൻ ലൈനിലോട്ട് നമ്മൾ കയറില്ല. ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം 3 മണിക്കൂറിനടുത്ത് റോ വീഡിയോ ആയിട്ടുണ്ട്. നിസാമുദ്ദീൻ ഇവിടെ വരെ ഇന്നത്തെ ദിവസം വരെ തീർന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നിസാമുദ്ദീനിൽ നിന്ന് രത്നഗിരിയിലോട്ടുള്ള റൺ തന്നെ 2 വീഡിയോ ആക്കേണ്ടി വരും എനിക്ക്. എനിക്കറിയാം ചില പ്രേക്ഷകർക്ക് ലോങ് വീഡിയോസ് ഇഷ്ടമാണ്, പക്ഷേ ബഹുഭൂരിപക്ഷം കമൻറ്റ് ലോങ് വീഡിയോസ് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആകെ മൊത്തം ഒരു തൃശങ്കൂലാണ് എന്താ വേണ്ട എന്നുള്ളത്. ഇതിൽ ആ കാണുന്ന മെയിൻ ലൈന്, അവിടെ 6 ലൈനുണ്ട്. അവിടെ 2 സ്ലോ ലൈന്, 2 ഫാസ്റ്റ് ലൈൻ, 5th and 6th ലൈൻ. അപ്പോൾ നമ്മൾ മെയിൻ ലൈന് പാരലായിട്ട് എത്തി. നമ്മൾ അതിലോട് ജോയിൻ ചെയ്യില്ല, ഞാൻ പറഞ്ഞ പോലെ. അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയിൻറ്റ്സ് പോകുന്നുണ്ടോ, അതുവഴിയാണ് നമ്മുടെ മംഗള എക്സ്പ്രസ് പോകുന്നത്. മംഗള എക്സ്പ്രസ്സും കോയമ്പത്തൂർ ജബൽപൂർ എക്സ്പ്രസ്സും ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഹായ് ഒരു ഫ്ലൈറ്റിന് ഓവർടേക്ക് ചെയ്യുന്നു. അത് ദാറ്റ് വിൽ ബി 60272. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ഫ്ലൈറ്റ് വരുന്നു, അതും ദാറ്റ് വിൽ ബി. എന്താ അത്, പണ്ടൊക്കെ വാക്വൽ ബീനെ കാണുന്ന ഒരു ബോണസ് ആയിരുന്നു. ഇപ്പോൾ വാക്വൽ ബി കണ്ടിട്ട് മടുത്തു. ഹായ് ലോക്കൽ. ഇത് സെൻട്രൽ റെയിൽവേയുടെ ലോക്കലാണ്. ഇത് 60348 വാക്വൽ ബി. നമ്മൾ പതുക്കെ ലെഫ്റ്റിലോട്ട് കയറി പോകണം. നമ്മൾ പതുക്കെ ലെഫ്റ്റിലോട്ട് കയറി ടുവേർഡ്സ് പൻവേൽ പോകണം. മെയിൻ ലൈൻസ് തമിഴ്നാട് ലൈൻസിൻ്റെ നേരെ ടുവേർഡ്സ് ദിവ പോകും. നല്ല കാറ്റുണ്ട്. ആ പോകുന്നതാണ് ടുവേർഡ്സ് ദിവ പോകുന്ന സബർബൻ ലൈൻസും അതുപോലെ മെയിൻ ലൈൻസും. നമ്മളിതുവരെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ലൈനിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത് നമ്മൾ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ദിവ കോഡ് ലൈൻ വഴി നേരെ ദാത്തിവലി ചെന്ന് കയറും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പുതിയതായിട്ട് കാണുന്ന ട്രാക്കുകൾ ദിവയിൽ നിന്ന് വരുന്നതാണ്. ദിവയിൽ നിന്ന് വന്ന് ദാത്തിവലി വഴി പൻവേലിലേക്ക് പോകുന്നതാണ്. ഇതാണ് നമ്മൾ ബോംബെയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്, ഗരീബ് രത്ത്, മത്സ്യഗന്ധ, കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ്, അതൊക്കെ വരുന്ന വഴിയാണ്. നമ്മൾ ഇതുവഴിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന എല്ലാ ലൈൻസും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ദാത്തിവലി സ്റ്റേഷനോട് എടുക്കുന്നു. ദാത്തിവലി സ്റ്റേഷനിൽ വെച്ച് നമ്മൾ പൻവേൽ മെയിൻ ലൈനിലോട്ടൊന്ന് ജോയിൻ ചെയ്യും. ദിവ പൻവേൽ മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യും. ഇതാ നമ്മുടെ ട്രെയിൻ മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ പൻവേൽ വസായി മെമ്മു വരണം. ഇതാണ് ദാത്തിവലി സ്റ്റേഷൻ. പക്ഷെ എന്തോ കാരണവശാൽ ഇതിൻ്റെ സ്റ്റേഷൻ്റെ നെയിം ബോർഡൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ല കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്തുന്നുണ്ട്. ഇതാണ് പൻവേൽ വസായി റോഡ് മെമു. ഇത് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണ്.
നെടുജെ സ്റ്റേഷനാണ്. നെടുജെ അപ്പോൾ ടൈം ഫോർ എ ഷോർട്ട് ബ്രേക്ക്. ഞാൻ കുറച്ച് നേരത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി പൻവേൽ എത്താറാകുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പൻവേലിലോട്ട് എടുക്കുന്നു. റൈറ്റ് സൈഡിലുള്ള DFCയുടെ ലൈനുകളാണ്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറാണ്. വളരെ സ്ലോ പറക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ അവർക്കൊന്നും ആയിട്ടില്ല. പൻവേലിൽ നമ്മൾ ഏകദേശം ഹോം സിഗ്നൽ വന്ന് കിടന്നു വന്നു. പതിവുള്ളത് പേരായിട്ട് നമ്മുടെ മുന്നിലൊരു സ്പെഷ്യൽ പോയിട്ടുണ്ട്, മുംബൈ സെൻട്രൽ സാവന്ത്വാടി സ്പെഷ്യൽ. അതിന് എവിടെയെങ്കിലും വെച്ച് നമ്മൾ തൂക്കും. കാര്യം നമ്മളാണ് രത്നഗിരി ആദ്യം എത്തേണ്ടത്. അവൻ നമുക്ക് പുറകെയാണ് രത്നഗിരി എത്തേണ്ടത്. നമ്മൾ എവിടെയെങ്കിലും വെച്ച് അതിനെ തൂക്കും. ഇവിടെ കാണുന്നത് പൻവേലിലെ സബർബൻ സൈഡിങ് ആണ്. ഈ EMUs പാർക്ക് ചെയ്യുന്ന സൈഡിങ് ആണ്. ഇന്ന് അത്യാവശ്യം നല്ലോണം EMUs ആണ്. സൺഡേ ഉണ്ട്, സർവീസുകൾ കുറവായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു 4 റേക്ക് കിടക്കുന്നുണ്ട്, 5 റേക്ക് കിടക്കുന്നുണ്ട്. സൈഡിങ് ഫുള്ളാണ്. ആ കാണുന്ന മഞ്ഞ ബിൽഡിങ് റണ്ണിങ് റൂമാണ്. ക്രൂവിനുള്ള റണ്ണിങ് റൂമാണ് മഞ്ഞ ബിൽഡിങ്. എനിക്ക് ഈ പാലത്തിൻ്റെ ഈ പില്ലറൊക്കെ പൊളിക്കേണ്ടി വരില്ല. പില്ലറിന് അപ്പുറത്തും ഇപ്പുറത്തോട്ട് പോകും ട്രാക്കുന്നത്. ടൈറ്റായിരിക്കും. പ്ലാറ്റ്ഫോം 7ലേക്ക് കയറാം. ഓപ്പോസിറ്റ് ഒരു പച്ച കണ്ടായിരുന്നു. എനിക്കൊന്ന് ആ ബാക്ക് 12B ഹാളിൽ ഫ്ലൈറ്റിൽ പുറപ്പെടുവാൻ തോന്നുന്നു. 12Bയുടെ അപ്പുറത്ത് കൂടെ ഏതോ ട്രെയിൻ ഇറങ്ങിപ്പോണ്ട്. ഒരു G9 ആണ്. സഹാരൻപൂർ ഷെഡിൻ്റെ ഫ്രൈറ്റ് തന്നെയാണ്. 60012 വാക് 12B സഹാരൻപൂർ ഷെഡ് തന്നെയാണ് ഇത്. എന്ത് പറ്റിയോ കണ്ടെയ്നർ ട്രെയിൻ പ്ലാറ്റ്ഫോം കൂടെ കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം 7 പൻവേലിലേക്ക് എത്തുകയാണ്. വെൽക്കം ടു പ്ലാറ്റ്ഫോം 7 ഫോക്സ്. പൻവേൽ നാന്ദേഡ് എക്സ്പ്രസ് ആണ്. പൻവേൽ നാന്ദേഡ് എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ പൻവേലിലെത്തി. പൻവേൽ ജംഗ്ഷനിൽ സമയം 3:35. നമ്മൾ അത്യാവശ്യം ലേറ്റാണെന്ന് തോന്നുന്നു. കണ്ട് അപ്പുറത്തെ പുതിയ കോച്ചിങ് ടെർമിനലിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം. പൻവേലിലെ പുതിയ സ്റ്റേഷൻ കോംപ്ലക്സിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇത്രയും വർക്കായിട്ടുണ്ട്. നമ്മൾ കുറേ ഷട്ടറിങ് ആയിട്ട് എനിക്ക് ഷട്ടർ അത് വാർത്തു തോന്നുന്നു ഓൾറെഡി. ഇങ്ങോട്ടൊക്കെ ഇനി പണി ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. എവിടെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം വരും. ഇഷ്ടംപോലെ പണി ബാക്കിയുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കൂടുതൽ ട്രെയിനുകൾ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സമയം 3:47. പുറപ്പെട്ടു. പൻവേൽ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ ലോഡ് ചെയ്തിരിക്കുന്നത്. ഡിന്നർ ജസ്റ്റ് ലോഡ് ചെയ്തിട്ടുള്ളൂ. പൻവേലിൽ നിന്നാണ് നമ്മൾ ഡിന്നർ ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൻവേൽ നാന്ദേഡ് എക്സ്പ്രസ് ആണ്. അതിന് വാക് 4 ആണ് ലോക്കോ. 22642 വിജയവാഡ ഷെഡിൻ്റെ. അപ്പം നമ്മളങ്ങനെ പൻവേൽ ജംഗ്ഷനിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നു. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ഇവിടുത്തെ റണ്ണിങ് റൂം കോംപ്ലക്സ് ആണ്. ഇവിടുത്തെ മെയിൻ ലൈനിൽ വർക്ക് ചെയ്യുന്ന LP മാരുടെയും ട്രെയിൻ മാനേജർമാരുടെയും റണ്ണിങ് റൂം കോംപ്ലക്സ് ആണിത്. ഇവിടെ വരുന്ന ഒരുവിധം എല്ലാ ഫ്രൈറ്റേഴ്സിനും ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇവിടെ എന്തോരം ക്രൂ ഒരു ദിവസം മാറുന്നുണ്ടാവുന്നു. കാര്യം ഇവിടെ ചെറ പറയുന്ന ഫ്രൈറ്റേഴ്സ് വരുന്നു. ഒന്നിനു പുറകെ എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റേഴ്സ് വരും.
പണ്ട് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു. ലെവൽ ക്രോസ് കടന്ന് വേണമെന്ന് പോകാൻ. ലെവൽ ക്രോസ് ഇപ്പോൾ ഇല്ല. ലെവൽ ക്രോസ് ഉണ്ടായിരുന്ന സ്ഥലം തന്നെ ഇപ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ലെവൽ ക്രോസ് കടന്ന് വേണമെന്ന് പോകാൻ. അപ്പം അന്നൊക്കെ ചിലപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ ലെവൽ ക്രോസ് അടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കിടന്നിട്ട് ലെവൽ ക്രോസ് തുറക്കുക. അങ്ങനെ സ്കൂളിലെത്താൻ ലേറ്റ് ആകുമായിരുന്നു. അപ്പോൾ അതായിരുന്നു പൻവേൽ സ്റ്റേഷൻ. ഇവിടെ ഈ റോഡിൻ്റെ ശിരുവാണി കിടക്കണ്ടല്ലോ 39232. അതെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്നും അറിയില്ല. ഡെറ്റായിരിക്കില്ല, മിക്കവാറും സ്പെയർ ആയിട്ട് ഇവിടെ നോമിനേറ്റ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും. ഏതെങ്കിലും വീക്കിലി ട്രെയിനിനെ കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പെട്ടുപോയതായിരിക്കും. ഇതാണ് കാളുന്ദ്ര നദി. ഈ നദിക്ക് മുമ്പ് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇപ്പോൾ അവിടെ ആയിരുന്നു തോന്നുന്നു പണ്ടത്തെ ലെവൽ ക്രോസ്. അവിടെ പുതിയ 2 പാലങ്ങൾ കാണാം. ഒന്ന് ആ പിങ്ക് കളർ പോലത്തെ കളർ അടിച്ചിരിക്കുന്നത്, അത് പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിൻ്റെയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള പാലം വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് കർജത്തിലേക്കുള്ള ലൈൻ പോകുന്നത്. നമ്മുടെ ഇൻകമിങ് വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലെഫ്റ്റിലോട്ട് കർജത്ത് ലൈൻ ഇവിടുന്ന് കയറി പോകും. ആ പാലത്തിന് മുകളിലുള്ളത് പുതിയ പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറാണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് പഴയ പൻവേൽ കർജത്ത് മെയിൻ ലൈനാണ്. അപ്പോൾ അതിനടിയിൽ കൂടെ റൈറ്റിലൂടെ ഫ്രൈറ്റ് കോറിഡോർ, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന് മുമ്പ് പോകുന്നതാണ്. അതിന് ഇപ്പുറത്തൊരു 2 ലൈൻ കൂടെ പോകുന്നത്. ഇപ്പുറത്തുള്ള 2 ലൈനാണ് എക്സിസ്റ്റിംഗ് പൻവേൽ ടു JNPT ലൈനുകളാണ്. പൻവേൽ ടു JNPT ലൈൻ വഴി നിലവിൽ ഫ്രൈറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ അവർ അങ്ങോട്ട് പാസഞ്ചർ ട്രെയിൻ സർവീസ് തുടങ്ങും. കാര്യം ഊറാനിലേക്കൊക്കെ പാസഞ്ചർ ട്രെയിൻ ഓടിക്കാം. പൻവേൽ ഊരണൊക്കെ നല്ല തിരക്കുള്ള കോറിഡോർ, ഒരുപാട് ബസ്സുകൾ ഓടുന്ന റൂട്ടാണ്. ബസ് ഫ്രീക്വൻസി സത്യം ആവശ്യമില്ല. അപ്പോൾ അവിടെയൊക്കെ ലോക്കൽ ട്രെയിൻ ഓടിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മെമ്മു പോലത്തെ ട്രെയിനിൽ ഓടിക്കാമെങ്കിൽ യാത്രക്കാർക്ക് ഒരുപാട് ഉപകാരമാവും. അപ്പോൾ ഈ പുതിയ പാലം കർജത്ത് കോറിഡോറിൻ്റെയാണ്. ജസ്റ്റ് പണിത് വരുന്നേ ഉള്ളൂ. അത് ഇതുപോലെ ഒരു പാലം കൂടി മുന്നിലായിട്ടുണ്ട്. അത് നമ്മുടെ ലൈന് കുറുകയാണ്. നല്ല കാറ്റുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലായിട്ട് കർജത്ത് ലൈനുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് കർജത്ത് ലൈൻ, എക്സിസ്റ്റിംഗ് കർജത്ത് ലൈന്. പിന്നെ അതിന് മുകളിലോട്ട് ഇവൻ പോകുന്നതാണ്. ഈ ലൈന് എക്സിസ്റ്റിംഗ് കർജത്ത് ലൈനിനെയും കടന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. നമ്മുടെ ഇൻകമിങ് വീഡിയോസ് ഞാൻ കാണിച്ചതാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നുള്ളൂ. ഇപ്പോൾ ട്രെയിൻ സ്പീഡ് പിടിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. സ്പീഡ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എക്സ്റ്റൻഷൻ റോഡൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് കാർബൺ ഫൈബറിൻ്റെ എക്സ്റ്റൻഷൻ റോഡാണ്. അപ്പോൾ ഇത് കിടന്ന് ആടും. ഇതാണ് പുതിയ പാലം വരുന്നത്. ഈ പാലത്തിന് പണി നടക്കുന്നേ ഉള്ളൂ. മിക്കവാറും ലൂപ്പിലുള്ള ഏതെങ്കിലും മെയിൻ ലൈനിൽ ഫ്ലൈറ്റിൽ നടക്കണം. ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ വണ്ടി വരുന്നല്ലോ. സിഗ്നൽ റെഡാണ്. ഇവിടെ ട്വിൻ ന്യൂ കട്നി ജംഗ്ഷൻ വാഗ്ദുഫൈ ഹോൾഡ് ഈസിനാണ്. WAG5 ഒക്കെ ഇപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റ് കാണാണ്ടായി തുടങ്ങിയിട്ടോ. അത് പറഞ്ഞപ്പോൾ നമ്മുടെ എറണാകുളം സ്റ്റേറ്റിൽ ഒരു 5 WAG5 ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ട്രാൻസ്ഫർ ഔട്ട് ആയിരുന്നു. ഇപ്പോൾ എറണാകുളം സ്റ്റേറ്റ് വീണ്ടും ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് വന്നിട്ടുണ്ട്, ടെൻഡർ വന്നിട്ടുണ്ട്. ബാക്ക് റെയിൽവേ കണ്ടുകൊണ്ട് ബോർഡടിച്ചു കേട്ടോ. ഇത് കാണാൻ നല്ല ക്യൂട്ടനാണ് ആൽസ്റ്റോമിൻ്റെ ലോക്കോസ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. എനിക്കൊന്ന് ഹോം സൈഡിൽ കിടക്കാൻ തോന്നുന്നു. അകത്തോട്ട് വരെ പോയിട്ടില്ല. മെമു ആണ്, മെമു. അതിന് ചിലപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ വന്ന ലൈനിലോട്ട് കയറ്റാൻ വേണ്ടി.
സദേൺ റെയിൽവേയുടെ മെമ്മോ ആണിത്. ഇത് എങ്ങോട്ടാണോ പോകുന്നത്? കേരള മെമ്മോ. ചിപ്ലൂൺ പൻവേൽ ചിപ്ലൂൺ കൈ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മല കാണാൻ തന്നെയില്ല, മേഘം കൊണ്ട് മൂടിയിട്ട്. ഇവിടുന്ന് ചെറിയൊരു അലൈൻമെൻറ്റ് ചേഞ്ച് ഉണ്ട്, അത് വേറെ വഴിക്ക് പോകും. കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ട്രാക്കിൽ ജോയിൻ ചെയ്യും. അതിനിടയ്ക്ക് നമ്മളൊരു ടണലിൽ കൂടെ പോകും. ദൂരെ കാണാണ് ഓപ്പോസിറ്റ് ലൈൻ. നമ്മളിപ്പോൾ ഒരു ടണലിനകത്തൂടെ കയറി ഇറങ്ങിയാൽ പോകും. അവൻ മലയെ ചുറ്റി വരും. ഇതാണ് ഓപ്പോസിറ്റ് ലൈൻ, അതാണ് ഓപ്പോസിറ്റ് ലൈന്. നല്ല മഴയാണ്. വീണ്ടും അപ്പുറത്തൊരു പുഴ കണ്ടോ, പുഴ നിറഞ്ഞു കവിഞ്ഞു പോകുന്നത്. നമ്മളിപ്പോൾ ജിത്തയിൽ നിന്ന് സ്റ്റേഷനിലേക്ക് എത്താണ്. ലൂപ്പാണോ എന്നൊരു സംശയം. നല്ലോണം സ്പീഡ് പറഞ്ഞു. നമ്മളെ ലൂപ്പിലേക്ക് കയറാണ്. ലോഡഡ് ബോക്സനാണ്. ബോക്സിനുള്ളത് ഇരുമ്പയിരാണോ എന്നൊരു സംശയം, അയണോറാണോ എന്ന് സംശയം. ഈ ബോക്സിൽ നിന്നിട്ടതൊക്കെ താഴെ കിടക്കുന്ന പൊടി പോലെ റെഡ് കളറിൽ ഇരുമ്പയിര് പോലെ ഉണ്ട് കണ്ടിട്ട്. ട്വിൻ G9 ആണ്. VNDL ഷെഡ് 3885 ആണ് ലീഡ് ലോഗോ. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി.
നേത്രാവതി എക്സ്പ്രസ് ആണ് ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് പോകുന്നത്. അപ്പോൾ നേത്രാവതി സ്പെഷ്യലിനെ എവിടെയോട്ട് ഓവർടേക്ക് ചെയ്തു. $28,151 ആണ്. ഇത് സാവന്ത്വാടി മുംബൈ സെൻട്രൽ സ്പെഷ്യലാണ്. അറ്റത്തുള്ള ലൈൻ ഒരു ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് ലൈനാണ്. താൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ്. THAL താൾ. അവിടെ രാഷ്ട്രീയ കെമിക്കൽ ഫാക്ടറിയുടെ ഒരു യൂണിറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ജിൻഡാലിൻ്റെ യൂണിറ്റ് ആ ലൈനിൽ തന്നെയാണ്. അതിവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞങ്ങ് പോകും. അവിടെ കാണുന്നതാണ് ജിൻഡാൽ സ്റ്റീൽ വർക്സിൻ്റെ യൂണിറ്റ്. നമ്മൾ നേരത്തെ കണ്ട ഇരുമ്പയർ ഇങ്ങോട്ടാണ് വരുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട കോയിൽസ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് പോയ കോയിൽസാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ചയുണ്ട്. മിക്കവാറും മഡ്ഗാവ് ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ആണെന്ന് സാധ്യത. അല്ല, ഇതൊരു മെമോ ആണ്. റോഹാദിവ മെമു. രാജധാനിയെ പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയത് മെമു. കാസു സ്റ്റേഷനായിരുന്നു. നമ്മളവിടെ വെച്ചൊരു റെയിൽ പാനൽ ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ നമ്മുടെ സാവന്ത്വാടി സ്പെഷ്യൽ, മുംബൈ സെൻട്രൽ സാവന്ത്വാടി സ്പെഷ്യൽ ഓവർടേക്ക് ചെയ്യാൻ ചെയ്തു. നമ്മുടെ എയറോഡൈനാമിക് ഡീസൽ ഹൗൾഡ് ഗോവ രാജധാനി. ഇത് മഡ്ഗാവ് ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി. അപ്പം അങ്ങനെ കാത്തിരുന്ന മെയിൻ ക്രോസിങ്സ് എല്ലാം കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് നമുക്ക് ഉള്ളിൽ പോയിരിക്കാം, എന്നിട്ട് വരാം. റോഹ ആകുമ്പോഴേക്കും വരാം. നമുക്ക് സീറ്റിലോട്ട് വന്നിട്ട് ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. ഈവനിങ് സ്നാക്ക് വന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് ഞാൻ തുറന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ട്രേയിലുള്ളത് കച്ചോരി ഉണ്ട്, നല്ലോണം ഓയിലിയാണ്. ഒരു സാൻഡ്വിച്ച് ഉണ്ട്, ഇത് അമ്മിങ്ങി പോയിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു. പിന്നെ രസഗുള്ള ഉണ്ട്, പിന്നെ ഒരു മഞ്ച് ഓൺ ഡയറ്റ് മിക്സ്ചർ, പിന്നെ പാൽപ്പൊടി ഉണ്ട്, വെർക്കയുടെ ചായ ഉണ്ട്, പഞ്ചസാര ഉണ്ട്, കെച്ചപ്പുണ്ട്. ഇതൊക്കെയാണുള്ളത്. കച്ചോരി പതിവ് നല്ല കട്ടിയാണ്. അപ്പോൾ നമ്മൾ റോഹയിൽ നിർത്തിയില്ല കേട്ടോ. സക്സസ്ഫുള്ളി നമ്മൾ റോഹ സ്കിപ്പ് ചെയ്യണം. ഇവിടെ ഒരു മെമോ നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ദിവ പാസഞ്ചറായിട്ട് പോയിരിക്കും.
സെൻട്രൽ റെയിൽവേ റണ്ണും കഴിഞ്ഞു. അങ്ങനെ സെൻട്രൽ റെയിൽവേ നമ്മൾ എക്സിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ കൊങ്കൺ റെയിൽവേയിലേക്ക് കയറാൻ പോവാം. നാളെ രാവിലെ വരെ നമ്മൾ കൊങ്കൺ റെയിൽവേ. ഇവിടെ മുതൽ കൊങ്കൺ റെയിൽവേ രത്നഗിരി റീജിയൻ സ്റ്റാർട്ടായി. വെൽക്കം ടു കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയിൽ കയറി സ്പീഡ് റെസ്ട്രിക്ഷൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് വീരൊക്കെ എത്താൻ പോകുന്നുള്ളൂ. നല്ല കാഴ്ച, മഴയും വെയിലും ഒരുമിച്ചു. അടിപൊളി ടൈമിംഗ് ആണ് അല്ലേ. മെമു അതുപോലെ ചിപ്ലൂൺ ദിവ സ്പെഷ്യൽ. നമ്മൾ കുറച്ച് നേരത്തെ മാൻകാവിൽ വെച്ച് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പൻവേൽ കേട് സ്പെഷ്യലാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് വീരെത്തുന്നു. അതെയല്ല, വീര് വരാൻ ഡബിൾ ലൈനാണ്. വീര് നമ്മുടെ സിംഗിൾ ലൈനാണ്. അപ്പോൾ വീരിൽ നമ്മളൊന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓപ്പോസിറ്റ് മാൻഡ്വി വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ പച്ചയായി കഴിഞ്ഞു. പക്ഷേ ഇതൊരു ഹൈ സ്പീഡിൽ പോകുന്ന ക്രോസിംഗ് ആയിരിക്കില്ല. കാരണം മാൻഡ്വി ഇവിടെ നിന്ന് വന്ന് പോയിൻറ്റ്സ് കടന്ന് ഡബിൾ ലൈനിലോട്ട് കയറിയിട്ട് വേണം പോകാൻ. മാൻഡ്വി ഇവിടെ നിന്ന് വരുന്നുണ്ട് ഓൾറെഡി. മാൻഡ്വി എക്സ്പ്രസ് കയറി വരുന്ന കാണാം. നമുക്ക് കയറി വന്ന് അവൻ ലൂപ്പ് പോയിൻറ്റ്സ് പാസ് ചെയ്ത് എപ്പോഴൊക്കെ അപ്പ് മെയിൻ ലൈൻ ഇതാണ് മെയിൻ ലൈന്. പുഴ കണ്ടോ ഫോക്സ്? ഡബിൾ ലൈൻ കഴിഞ്ഞു. ഇനി അതിപ്പം മുന്നോട്ട് കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേയിലത്തെ ആദ്യത്തെ ടണലെത്തും. ആദ്യത്തെ ടണൽ വീര് കഴിഞ്ഞ ഉടനെയാണ്. അവസാനത്തെ ടണൽ മൂകാംബിക ബൈന്ദൂർ തൊട്ട് മുമ്പാണ്. ദാസ്ഗാം ടണൽ എന്നാണ് ഇതിൻ്റെ പേര്. ആഴമുള്ള പുഴയെന്ന് തോന്നുന്നു. കാര്യം ഡ്രഡ്ജറൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു.
അതായിരുന്നു സാവിത്രി നദി. ഖരഞ്ചാടി വയഡക്ട് 1. നമുക്കുള്ളൊരു ക്രോസിംഗ് ആണ്. WCAM 321957 സിന്ധുദുർഗ് എക്സ്പ്രസ്, സാവന്ത്വാടി ദിവാ സിന്ധുദുർഗ് എക്സ്പ്രസ്. ഇതൊന്ന് ലേറ്റാണ്, അല്ലെങ്കിൽ ശരിക്കും മാണ്ഡവിക്ക് മുന്നേ പോകേണ്ട വണ്ടിയാണ്. റോഹ വരെ മാണ്ഡവിക്ക് മുമ്പേ പോകേണ്ട വണ്ടിയാണിത്. വിന്നേരെ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഓട്ടോമാറ്റിക് ഡോറിനുണ്ടല്ലോ, ഓട്ടോമാറ്റിക് ഡോറിന് അവരിവിടെ ഒരു എമർജൻസി അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് ഇത് ലോക്ക് ആവുന്നത്. ഈ സാധനം ഈ സാധനം ടങ് പോലെ പുറത്തേക്ക് വരുമായിരിക്കും. ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു റിസപ്റ്റബിൾ ഡോറിലുണ്ട്. ആ ഡോറിലേക്കാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് വന്നിട്ട് ലോക്ക് ചെയ്യുന്നത്. നല്ല സിസ്റ്റം കേട്ടോ അത്. സത്യം പറഞ്ഞാൽ ട്രെയിനിൽ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓഫ് കോഴ്സ് നമ്മുടെയൊക്കെ റെയിൽ ഫാനിങ് ജീവിതം ഇല്ലാണ്ടാവും. വരുന്നതാണോ എന്തോന്നും അറിയില്ല. LPG ടാങ്കറാണെന്ന് തോന്നുന്നു കേട്ടോ. LPG തന്നെയാണ്. PGLN ആണ്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. വീണ്ടും ഒരു ലൂപ്പും കൂടി. മിക്കവാറും കളമ്പാണി ബുദ്രുക് സ്റ്റേഷൻ ആയിരിക്കണം. നിർത്തട്ടെ. ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടി വരാറായി എന്ന് തോന്നുന്നു. കാര്യം അവിടെ പോയിൻറ്റ്സ്മാൻ ഓൾറെഡി അയാളുടെ ബൂത്തിലൊന്നും നിൽക്കുന്നുണ്ട്. പറഞ്ഞമല്ല, നമ്മൾ നിർത്തിയതും മെയിൻ ലൈനിൽ സിഗ്നൽ മാറിയതുണ്ടോ. ഓപ്പോസിറ്റ് വണ്ടി ഓൾറെഡി വരുന്നുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഗംഗാനഗർ ആയിരിക്കണം അത്. അതന്നെ കളമ്പണി ബുദ്രുക് സ്റ്റേഷൻ തന്നെ. ഭംഗിയുള്ള സ്റ്റേഷനാണ് മെയിൻ ലൈനിൽ നിന്ന് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ക്രോസിങ് കൂടെ കഴിഞ്ഞു. ഇനി എന്താ പരിപാടി എന്നറിയില്ല. പിന്നെ ബൈ രണ്ടാമത്തെ ബോട്ടിൽ വെള്ളം കുറച്ച് നേരത്തെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോയായിരുന്നു കേട്ടോ. അത് ചായ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് വെള്ളം തന്നിട്ട് പോയി. സെക്കൻഡ് റൗണ്ട് ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ.
തന്നു. എന്തായാലും നമ്മുടെ ഈ അതിൽ വടപ്പാവ് കഴിച്ചു തന്നതാ. വടപ്പാവ് ചിപ്ലൂണിൽ നിന്ന് മേടിച്ചു. നമ്മൾ ചിപ്ലൂണിൽ ക്രോസിങ്ങിന് പിടിച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ മുംബൈയിലേക്കുള്ള JS ഇപ്പോൾ വരുന്ന അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അതിനുള്ള ക്രോസിങ്ങിന് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇപ്പം ഇവിടുന്ന് ഒരുപാട് പേര് കയറാറുണ്ട് കേട്ടോ. ആ കാണുന്ന ചെറിയ ലൈറ്റുകളൊക്കെ ഇതിനാണ്, നമ്മുടെ വാട്ടറിങ്ങിന് വേണ്ടിയുള്ളതാണ്. വിസ്താഡ് നമുക്ക് ഫുള്ളാണ്. ബോംബെയിലോട്ട് വരുമ്പോൾ വിസ്താഡും വെറുതെയാണ്. കാരണം പകുതി ഒരു ഇരുട്ടത്താണ്. പിന്നെ ലോക്കോട് തൊട്ട് പുറകിലായിരിക്കും. ഇത് എക്സ്ട്രീംലി പോപ്പുലർ ട്രെയിനാണിത്. ഇവിടെ ക്രോസിങ്ങിന് വേണ്ടി വണ്ടി നിർത്തുമ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു വണ്ടി പുറപ്പെടാറായി എന്നൊക്കെ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചിപ്ലൂണിൽ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്രോസിംഗ് ഉണ്ട്, തേജസ് എക്സ്പ്രസ്സിൻ്റെ. തേജസ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടറിയണം. പിന്നെ മിക്കവാറും തേജസ് വെയിറ്റ് ചെയ്യാൻ സാധ്യത ഞാൻ കണ്ടിട്ടിപ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റെ അറിവിൽ ഉടനെ ഒന്നും ക്രോസിംഗ് ഇല്ല. ഇപ്പം പിന്നെ ഡെസ്റ്റിനേഷൻ ഉണ്ട്. തേജസ് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാം കേട്ടോ. വെറൈറ്റി ആയിരുന്നു. നമ്മൾ ടണലിനകത്ത് കുറേ നേരം കിടന്നു. ഇവൻ ലൂപ്പിലോട്ട് കയറാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഓടിപ്പോവാം. ഏതോ ഒരു വാക്സിൻ ആയിരുന്നു കേട്ടോ ലോക്ക്. ഏതാണെന്നും അറിയില്ല. ഇതൊന്നും തുറന്നു നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നറിലുള്ളത്. ഡിന്നറിൽ ചോറുണ്ട്, 2 റൊട്ടിയുണ്ട്, ഒരു പനീറിൻ്റെ കറിയുണ്ട്, അങ്ങനെ വെറൈറ്റി പാത്രമുണ്ട്. പനീറിൻ്റെ കറിയുണ്ട്, ഇവിടെ ദാളുണ്ട്, നല്ല വെള്ളം കൂടുതൽ, ഉരുളക്കിഴങ്ങുള്ളൊരു ഇതുണ്ട്. ഡെസേർട്ട് ഇട്ട് വന്നിരിക്കുന്നത് പായസമാണ്, പാൽപ്പായസം. ഹീറ് ടേസ്റ്റ് നോക്കിയേക്കാം. പനീർക്കറി ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. നല്ല നിലാവുള്ളൊരു രാത്രിയാണിന്ന്. നമ്മളിപ്പോൾ ജസ്റ്റ് രത്നഗിരി സ്റ്റേഷനിലോട്ട് എത്തുന്നു. സമയം 8:55. നമ്മൾ രത്നഗിരിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ദിവസത്തെ യാത്രയുടെയും അവസാനത്തറായി. ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് വെളുപ്പിന് 2-2:30 കണ്ടങ്ങനെ ഗോവയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള സ്റ്റോപ്പിന് കുറേ ദൂരം കണ്ടിട്ട് സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പോടുകൂടി നമ്മുടെ ഇന്നത്തെ കവറേജ് അവസാനിപ്പിക്കും. ഇവിടുന്ന് പുറപ്പെടുന്നതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യും. സമയം 9 മണി. നമ്മുടെ സ്റ്റാർട്ടറായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 25 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ പുറപ്പെടുകയായി. അപ്പോൾ 9:01 9:01 നമ്മൾ രത്നഗിരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. വണ്ടി 26 മിനിറ്റ് ലേറ്റാണ്. 26 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കൊങ്കൺ റെയിലൂടെ കൺട്രോളിങ് വൈഭവം പോലെ ഇരിക്കും. ബാക്കി കണ്ടിട്ട് നമുക്ക് വലിയ ഡിലേ വരാൻ സാധ്യതയില്ല. കാര്യം അത്യാവശ്യം നല്ല സ്ലാക്കുള്ളൊരു ഷെഡ്യൂളാണ്.
അപ്പോൾ വലിയ ഡിലേ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭട്ടത്തിലെത്തും. അപ്പോൾ ഒരു 6-6:15 ആകുമ്പോഴേക്കും നമ്മൾ ബൈന്ദൂർ പാസ് ചെയ്യും. 9:30 എൻ്റെ മാംഗ്ലൂർ ടൈം. അത്രയും ലേറ്റ് ആവില്ല എനിക്ക് തോന്നുന്നു. ഒരു 8-8:45 ആകുമ്പോഴേക്കും മാംഗ്ലൂർ ചെല്ലണേ വേണ്ടി. അപ്പോൾ ഈ വീഡിയോയുടെ ഈ പാർട്ടിയോടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെന്താ, വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതിനടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം. So this is Dinesh Shankar signing off from Sun. See you in the next part of this video. Until then, bye-bye.